മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രഭാതത്തിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, ഈ പ്രഭാതത്തിൽ വലിയൊരു വിരുന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. വചനത്തിൻ്റെ വിരുന്നൊരുക്കിക്കൊണ്ടാണ് ദൈവം ഈ പ്രഭാതത്തിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വിരുന്ന് ആസ്വദിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം ഒരുങ്ങാം. ദൈവം നമുക്ക് നൽകിയ ഈ പ്രഭാതത്തെ ഓർത്ത്, ഈ വിരുന്നിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും പ്രത്യേകം സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായ വിധത്തിൽ നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രായമായ നമ്മുടെ മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പല പ്രായമായ മാതാപിതാക്കളും ഇന്ന് വളരെ കഷ്ടതകളിലൂടെയാണ് കടന്നു പോകുന്നത്. അവരെ നോക്കുവാനോ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ ആരുമില്ലാത്ത ഒരു സാഹചര്യം പലരുടെയും ജീവിതത്തിൽ ഉണ്ട്. പണം ഇല്ലാത്തത് മാത്രമല്ല പ്രശ്നം. മക്കളൊക്കെ വിദേശത്ത് ജോലി, അല്ലെങ്കിൽ അവർക്ക് അവരെ നോക്കുവാനായിട്ടുള്ള സമയമില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് ജീവിതത്തിൽ, പ്രത്യേകിച്ചും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന, ആരാലും ശ്രദ്ധിക്കാനില്ലാതെ ആരുടെയും സഹായം ലഭിക്കാതെ കഴിയുന്ന പ്രായമായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ ധാരാളമായിട്ടുണ്ട്. അവരെല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കുകയും ദൈവസമക്ഷം അവരെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കുന്നത്. കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, അത് മജ്ജയിലും മാംസത്തിലും അസ്ഥിയിലുമൊക്കെ തുളച്ചു കയറുന്നതിന് ശക്തിയുള്ളതാണ് എന്നാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ആ ശക്തമായ വചനം നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ജീവിതത്തെ, പാപത്തെയും തിന്മകളെയുമൊക്കെ എടുത്തു മാറ്റുന്നതിന് തക്കതായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആത്മീയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് വചനത്തിൻ്റെ പൊരുൾ
മനസ്സിലാക്കുന്നതിന് നമുക്ക് സാധിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്കിപ്പോൾ ദാഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. യേശു ശിഷ്യന്മാരോട് കൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലയിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദാ, ജെറുസലം, ഇദുമയ എന്നിവിടങ്ങളിൽ നിന്നും, യോർദാൻ്റെ മറുകരയിൽ നിന്നും, ടയർ, സീദോൻ എന്നിവയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോട് ഒരു വള്ളം ഒരുക്കി നിർത്താൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുൻപിൽ വീണ്, നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി. ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് യേശു കടലിലേക്ക് പിൻവാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു പിൻവാങ്ങിയെങ്കിലും ആളുകൾ മുഴുവനും അവൻ്റെ പിറകെ പോകുന്നതായിട്ടാണ്. ആളുകൾ യൂദയ, ഇദുമയ, ജെറുസലേം, യോർദാൻ്റെ മറുകര എന്നുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം വന്ന് അവൻ്റെ അടുത്തേക്ക് വന്നു ചേരുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് വെറുതെയുള്ള അടുത്തുള്ളവരുടെ ഒരു കൂട്ടമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ പൊതുവായ ഒരു സമ്മർദ്ദത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു കൂട്ടമാണ്. ഈ ആളുകളൊക്കെ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ്? അവർ രോഗശാന്തിക്ക് വേണ്ടിയാണ്, രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് അവർ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അല്ലാതെ യേശു പഠിപ്പിച്ച ദൈവശാസ്ത്ര തത്വങ്ങൾ പഠിക്കാൻ വേണ്ടി ഒന്നുമല്ല അവർ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അല്ലെ, യേശു രോഗശാന്തിയൊക്കെ നൽകുന്നത് കണ്ടതിൻ്റെ പേരിലാണ് അവർ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് തിക്കും തിരക്കുമൊക്കെ കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ യേശു വള്ളത്തിലേക്ക് കയറി കടലിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നിൽക്കുന്നതിനുള്ള ഒരു കാരണം തിക്കും തിരക്കുമൊക്കെ, ആളുകളുടെ തിക്കും തിരക്കുമൊക്കെ ഒഴിവാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ആണ്. അതിനുവേണ്ടിയാണ് ഈശോ അവരോട് പറയുന്നു, ഒരു വള്ളം നിങ്ങൾ റെഡിയായിട്ട് നിർത്തുക എന്ന്. ഇത് പ്രായോഗികമായിട്ടുള്ള ഒരു നീക്കമാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു ആത്മീയ പാഠം ഈശോ നമുക്ക് നൽകുന്നുണ്ട്. ദൗത്യ നിർവഹണത്തിൽ പോലും വിശുദ്ധമായ ഒരു സ്ഥലത്തിൻ്റെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന്. അതിനാൽ സുവിശേഷ സന്ദേശം തിക്കിലും തിരക്കിലും അത്ഭുത പ്രവർത്തനങ്ങളുടെ ഇടയിലും പെട്ട് നഷ്ടപ്പെടാതിരിക്കും. പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ സംഭവിക്കുന്നത് ഇതാണ്. തിക്കിലും തിരക്കിലുമൊക്കെ പെട്ട് നമ്മൾ കൊടുക്കുന്ന സുവിശേഷ സന്ദേശം പലപ്പോഴും ആളുകളിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. ഈശോ ആളുകളോട് പറയുന്നു, കടലിലേക്ക് ഒരു വള്ളം റെഡിയാക്കി നിർത്തുക. എന്നിട്ട് അതിലിരുന്നു കൊണ്ടാണ് ഈശോ ആളുകളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ ഭാഗത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, യേശുവിനെ ആരും ശരിക്കും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. ജനങ്ങൾ യേശുവിനെ കണ്ടത് ഒരു അത്ഭുത പ്രവർത്തകനായിട്ടാണ്. അതുകൊണ്ടാണ് ആ പ്രദേശത്തുള്ള എല്ലാ രോഗികളും അവൻ്റെ അടുത്തേക്ക് വന്നു എന്ന് സുവിശേഷത്തിൽ പറയുന്നത്. എന്നാൽ ഫരിസയർ യേശുവിനെ കണ്ടത് എങ്ങനെയാണ്? അവർ യേശുവിനെ കണ്ടത് ഒരു നിയമ ലംഘകനായിട്ടാണ്. എന്നാൽ പിശാചുക്കൾ യേശുവിനെ കാണുന്നത് എങ്ങനെയാണ്? പിശാചുക്കൾ യേശുവിനെ കാണുന്നത് ദൈവത്തിൻ്റെ പുത്രനായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ പിശാചുക്കളാണ് യേശുവിനെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയത്. പക്ഷേ അവരുടെ ആ മനസ്സിലാക്കൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് രക്ഷാകരമായിട്ട് അവരുടെ ജീവിതത്തിൽ മാറിയില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് തങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും യേശുവിന് സമർപ്പിക്കുന്നതിനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് യേശുവിനെ അറിയാൻ സാധിച്ചു ദൈവപുത്രനാണ് എന്ന്, പക്ഷേ തങ്ങളെ തന്നെ പരിപൂർണമായിട്ടും കർത്താവിന് സമർപ്പിക്കുന്നതിനായിട്ട് അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് അത് അവർക്ക് രക്ഷാകരമായിട്ട് അവരുടെ ജീവിതത്തിൽ മാറാതെ പോയത്. അതുപോലെ തന്നെ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുമ്പോൾ
ഈ പിശാചുക്കളെ ഈശോ വാൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ആരോടും പറയരുത് എന്ന് ഈശോ പറയുന്നുണ്ട്. യേശുവിന് തൻ്റെ പ്രശസ്തി അന്ധകാര ശക്തികൾ പ്രഘോഷിക്കുന്നത് ഇഷ്ടമല്ല. അതുപോലെ തന്നെ വെറുമൊരു അത്ഭുത പ്രവർത്തകനായിട്ട് അറിയുന്നതിനും അല്ലെങ്കിൽ അറിയപ്പെടുന്നതിനും ഈശോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും ആരോടും പറയരുത് എന്ന് ഈശോ അവരെ പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഈ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്ന അല്ലെങ്കിൽ യേശുവിൻ്റെ ഫോളോ ചെയ്യുന്നവരാണോ അതോ വെറുതെ പാസ് ചെയ്തു പോകുന്ന ആളുകളാണോ എന്നുള്ളതാണ്. പാസ് ചെയ്തു പോകുന്ന ആളുകൾക്ക് ഒരിക്കലും യേശുവിനെ അനുഗമിക്കുന്ന ആളുകളല്ല അവർ എന്താണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു പോകുന്ന ആളുകൾ. എന്നാൽ അനുഗമിക്കുന്നവർ അങ്ങനെയല്ല. അവർ എല്ലായ്പ്പോഴും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം യേശുവിൻ്റെ കൂടെ പോകുന്ന ആളുകളാണ്. നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ചില അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണോ നമ്മൾ എന്നുള്ളതാണ്. നിരാശയും ദുഃഖവും സങ്കടവും രോഗമൊക്കെ ഉണ്ടാകുമ്പോൾ യേശുവിനെ അന്വേഷിച്ചു പോകുന്നു. അത് ലഭിച്ചു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. അങ്ങനെയുള്ള ആളുകളല്ല നമ്മൾ ആയിത്തീരേണ്ടത്. മറിച്ച് യേശുവിനെ അനുഗമിക്കുന്ന ആളുകളായിരിക്കണം. എല്ലായ്പ്പോഴും അവൻ്റെ കൂടെ നടക്കുന്നതിനായിട്ട്, അവനെ ശ്രവിക്കുന്നതിന്, അവനെ മനസ്സിലാക്കുന്നതിന്, ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലുമൊക്കെ അവൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് ശ്രമിക്കേണ്ട ആളുകളാണ് നമ്മളെന്നാണ് ഈ വചനഭാഗം നമ്മെ പ്രത്യേകമായിട്ടും ഓർമ്മപ്പെടുത്തുന്നത്. ഈ കടൽ തീരത്തെ ആളുകളുടെ പ്രത്യേകത, അവർ പുറകെ പോയി എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അവർ പോയത് എന്താണ്? രോഗശാന്തി കിട്ടാൻ വേണ്ടി, പിശാച് ബാധയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അവർ യേശുവിൻ്റെ പുറകെ പോകുന്നത്. നമ്മളും അവരെപ്പോലെയുള്ള ആളുകളായിട്ട് മാറരുത് എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ പ്രത്യേകമായ വിധത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ ആ വള്ളത്തിൽ നിന്നുകൊണ്ട് അവരെ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ വള്ളത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ യേശുവിന് അവരെ ശരിയായ വിധത്തിൽ പഠിപ്പിക്കുന്നതിനായിട്ട് സാധിച്ചു. വചനം ശ്രവിപ്പിച്ച് യേശു ആളുകളെ ചലിപ്പിക്കുകയായിരുന്നു. യേശു തൻ്റെ ജീവിതത്തിലൂടെ ചെയ്തത് വെറുതെ വചനം പറയുകയല്ല, വചനം ആളുകളോട് പറഞ്ഞ് ആളുകളെ ചലിപ്പിക്കുന്ന ഒരു ശൈലിയാണ് ഈശോ ജീവിതത്തിൽ സ്വീകരിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വെറുതെ യേശുവിനെ അനുഗമിക്കുന്ന ആളുകളാണോ അതോ വെറുതെ യേശുവിനെ കടന്നു പോകുന്ന ആളുകളാണോ എന്ന്. എന്തിനു വേണ്ടിയാണ് നമ്മൾ യേശുവിനെ സമീപിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് ഉദ്ദേശമാണ് യേശുവിനെ അന്വേഷിക്കുന്നതിൽ നമുക്ക് പ്രേരകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരുന്നത് എന്നും. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് കാവലായിട്ട് നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും ആയിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇടവകയുടെ മധ്യസ്ഥർ നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് നമ്മെ നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ടും ഓർക്കാം. വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ, വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരൊക്കെ നമ്മുടെ പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ഓർത്ത് അവരുടെ നിയോഗങ്ങളോടുകൂടി കർത്താവിനെ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ രോഗികളായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ കഴിയുന്ന ആളുകളെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിരാശയിലും ഡിപ്രഷനിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ജോലി ലഭിക്കാത്തതിൻ്റെ പേരിൽ, ജീവിത പങ്കാളിയെ ലഭിക്കാത്തതിൻ്റെ പേരിൽ വേദനിച്ച് ദുഃഖിച്ച് സങ്കടപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ട്.
അവരെല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളുടെ ദുർനടപ്പ് മൂലം, ചീത്ത കൂട്ടുകെട്ടുകൾ മൂലം വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ഇപ്പോഴേ കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഡിവൈൻ ധ്യാനകേന്ദ്രത്തെയും ഗുഡ്നസ് ചാനലിനെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഈ ചാനലിലൂടെയും ഈ ധ്യാനകേന്ദ്രത്തിലൂടെയും ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അവസാനം വരെ പ്രഘോഷിക്കപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, കൊന്തയൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ അകന്നിരിക്കാൻ വയ്യ, ഹൃദയം തുടിക്കുന്നു. നിത്യത മാത്രമാണെന്ന ഭയം, തിരുവോസ്തിയായൻ ഹൃദയത്തിൽ വാഴുവാൻ വെമ്പുന്ന സ്നേഹമേ ആരാധന. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ പകുത്തുവെക്കാനിനി ഒന്നുമില്ല, പങ്കിട്ടു നൽകുവാനൊന്നുമില്ല. അവസാന തുള്ളി രക്തവും ചിന്തി നീ, അവസാന തുള്ളി രക്തവും ചിന്തി നീ എൻ പാപശിക്ഷകൾ ഏറ്റെടുത്തു. യേശുവേ എൻ രക്ഷക, അങ്ങെപ്പോലീ ഭൂവിൽ വേറെ ആരുമില്ല പ്രഭോ. അങ്ങാണെൻ ജീവിതത്തിൻ ആത്മരക്ഷ.
സ്നേഹമിതും അങ്ങേക്കു വാഴുവാൻ യോഗ്യമല്ല. മമ ശ്വാസം പോലും നിർമ്മലമായിടും, മമ ശ്വാസം പോലും നിർമ്മലമായിടും. തിരുമാംസരക്തമൊന്ന് രുചിച്ചിടുകിൽ. യേശുവേ എൻ രക്ഷകാ, അങ്ങെപ്പോലീ ഭൂവിൽ വേറെ ആരുമില്ല പ്രഭോ. അങ്ങാണെന്നാത്മഭോജ്യം ജീവനുമേ. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ. ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ അകന്നിരിക്കാൻ വയ്യ, ഹൃദയം തുടിക്കുന്നു. നിത്യത മാത്രമാണെന്ന ഭയം. തിരുവോസ്തിയായൻ ഹൃദയത്തിൽ വാഴുവാൻ വെമ്പുന്ന സ്നേഹമേ ആരാധന. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ ശിരസ്സ് നമിച്ച് നമ്മുടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ ഇന്ന് എന്നോടൊപ്പം പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ഈ ദിവസത്തിലും ഈ പ്രഭാതത്തിലും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു പ്രഭാതവും ദിവസവും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.